ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തിങ്കൾ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറച്ച് സെയിൽ വീഡിയോസാണ്. അതായത് എൻ്റെ എല്ലാ പ്ലാന്റ്സുകളും ഞാൻ സെയിൽ ചെയ്യുന്നത് വളരെ വിലക്കുറച്ച് മാത്രമാണ്. നമുക്കിന്ന് അഗ്ലോണിമയുടെ എല്ലാം കുറച്ച് 30ൻ്റെയും 40ൻ്റെയും ഒക്കെ തൈകൾ അവൈലബിളായിട്ടുണ്ട്. അതുപോലെ തന്നെ പീക്കോക്ക് കലാത്തിയയുടെ തൈയും 40ൻ്റെ അവൈലബിളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ, നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ അതിൻ്റെ ഫോട്ടോസ് ഇടുക. നിങ്ങൾക്ക് അതിൻ്റെ ഏത് തൈയാണോ വേണ്ടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ എടുത്തിടണം. അതുപോലെ പഴയ വീഡിയോസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിടരുത്, അതൊന്നും നമുക്ക് അവൈലബിളായിട്ടില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത്. അതുപോലെ ഈ പീക്കോക്ക് കലാത്തിയുടെ 40ൻ്റെ തൈയുണ്ട്. അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെയും ചെറിയ തൈയുണ്ട്. അതേപോലെ നമുക്ക് അഗ്ലോണിമയുടെ എല്ലാം 30, 40 ഇതൊക്കെ നമുക്ക് 30 രൂപ 40 രൂപ റേറ്റായിട്ട് ഉള്ളതുണ്ട്. നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ തൈ അവൈലബിളായിട്ട് ഉള്ളതാണ് ഞാൻ ഈ ഫോട്ടോസ് ഞാൻ ഇടുന്നത്, ഈ വീഡിയോസ്. അല്ലാതെ പഴയ ഫോട്ടോസ് എടുത്തിട്ട് ഇത് ഈ റേറ്റിന് ഇതുണ്ടോ എന്ന് ചോദിക്കരുത്. ഒരുപാട് അധികം ഫോട്ടോസ് ആകുമ്പോൾ ഫോൺ കയറി ഹാങ് ആകുന്നത് കാരണമാണ് പറയുന്നത്. ഇതിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിളായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലുള്ള ഫോട്ടോസ് മാത്രം ഇടുക. ഇതെല്ലാം നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. എല്ലാം 10 രൂപ മുതൽ 50 രൂപ വരെയുള്ള പ്ലാന്റ്സുകളുടെ വീഡിയോസാണ് ഞാൻ ഇതിൽ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ട്രെസീനിയ പ്ലാന്റുകൾ എല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിളാണ്. അതെല്ലാം നമുക്ക് 50, 40, 30 അങ്ങനെയാണ് അവൈലബിൾ. സിംഗിൾ പെറ്റലിൻ്റെ നല്ല ബ്ലൂ കളറ് ഫ്ലവർ പിടിക്കുന്ന നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ തൈ അവൈലബിളാണ്. ഒരുപാട് പേര് ശംഖുപുഷ്പം ചോദിച്ചത് കൊണ്ടാണ് ആ തൈ നമുക്ക് വൈറ്റും സിംഗിളിൻ്റെ അവൈലബിളാണ്. ശംഖുപുഷ്പത്തിൻ്റെ സിംഗിളിൻ്റെ ബ്ലൂ കളറും അവൈലബിളായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അവൈലബിളായിട്ടുള്ളത്. അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ. അതുപോലെ അരേലിയയുടെ 15ൻ്റെ തൈ നമുക്കിപ്പോൾ അവൈലബിളായിട്ടുണ്ട്. 50ൻ്റെ ഉണ്ട്, 15ൻ്റെ എത്ര തൈ വേണേലും തരാം. അതുപോലെ മിനിയേച്ചർ ടൈപ്പ് നന്ദ്യാർവട്ടത്തിൻ്റെ തൈ, ചെറിയ പൂക്കൾ പിടിക്കുന്നത്, അത് ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ഇടാം. ചെറിയ പൂക്കളിൻ്റെ നമുക്ക് ഈ കലാത്തിയായും അവൈലബിളാണ്. ഇതിൽ ഈ നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിളായിട്ടുള്ളത്. അല്ലാതെ പഴയ വീഡിയോസിൻ്റെ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇത് കണക്ക് നമുക്ക് ഈ പാരിജാതമാണെങ്കിൽ ഫ്ലവർ വന്നാണ്ട മൊട്ട് നിൽക്കുന്നുണ്ടോ, വേരിഗേറ്റഡ് ആണ്. ഇതിൻ്റെ തൈയും നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ മാത്രമാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ റെഡ് ലിസ്റ്റിക്കിൻ്റെയൊക്കെ കുറേയേറെ വീഡിയോസ് ഇട്ട്, ഇത് ആനക്കൊമ്പ് പോലെ ഈ കൊമ്പ് നല്ല വെയിറ്റാണ് ഈ പ്ലാന്റിന്. അതുകൊണ്ട് ഒരെണ്ണം തന്നെ 1 കിലോ, 1.5 കിലോ, 2 കിലോ, 1/2 കിലോ ഒക്കെ വെയിറ്റ് വരും. അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ തൈ അവൈലബിളായിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിടുക. ഇതിൻ്റെ ചെറിയ തൈ നമുക്ക് അവൈലബിളാണ്. അതുപോലെ ഈ വാഴയുടെ ടൈപ്പിലുള്ള അതിൻ്റെ 10ൻ്റെയും 15ൻ്റെയൊക്കെ ഒരുപാട് അവൈലബിളായിട്ട് നമ്മൾ കുറേ കൊടുത്തു കഴിഞ്ഞു. ഇനി അവൈലബിളാണ്. ഇതിൻ്റെ തൈ 15 രൂപയുടെ ഇനി അവൈലബിളാണ്. നല്ല ഭംഗിയാണ്, ചെറിയ ഫ്ലവർ പിടിക്കുന്നത്. ഇത് അടീനിയത്തിൻ്റെ കണക്ക് തന്നെ. ഇതിൻ്റെ ചുവട് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനകത്ത് റെഡ് ഫ്ലവറും പിടിക്കുന്നതാണ്, വലിയ ഹൈറ്റൊന്നും വരുന്നതല്ല. കണ്ടത് നല്ല ഭംഗിയുള്ള. ഇതിൻ്റെ യെല്ലോ കളറും റെഡ് കളറും ഒക്കെ 10, 20ൻ്റെയൊക്കെ തൈ ഒരുപാട് സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി 50ൻ്റെ തൈ നമുക്ക് അവൈലബിളായിട്ടുള്ളൂ. പെറ്റ്ലാന്തസിൻ്റെ തൈ നമുക്ക് 15 രൂപയ്ക്ക് അവൈലബിളാണ്. നല്ല ബുഷിയായിട്ട് പോട്ട് നിറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ. അതുപോലെ സ്പൈഡർ പ്ലാന്റ്, അതും 10 രൂപയ്ക്ക് നമുക്ക് അവൈലബിളാണ്. അതുപോലെ ലക്കി ബാമ്പുവിൻ്റെ തൈ നമുക്ക് അവൈലബിളായിട്ടുണ്ട്. നമുക്ക് റൂമിനുള്ളിലൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റും. ഇതുപോലെ കുപ്പിയിൽ വെള്ളം നിറച്ചുമൊക്കെ നമുക്ക് റൂമിനുള്ളിലൊക്കെ വെക്കാം, അടുക്കളയിൽ വെക്കാം. അതുപോലെ പോത്തോസ് വെറൈറ്റീസ് ഒരുപാടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒക്കെ നിറച്ച് പോട്ടിലൊക്കെ അടുക്കളയിലൊക്കെ വെക്കാവുന്നതാണ്. കിച്ചണിൽ ഒക്കെ ഇൻഡോറായിട്ട് വെക്കാവുന്നതാണ്. കിച്ചണിൽ, ബെഡ്റൂമിലൊക്കെ വെക്കാവുന്ന നല്ല പ്ലാന്റ്സുകളാണ്.
കുറേയേറെ പ്ലാന്റ്സുകളുണ്ട്. ഞാൻ ഏതൊക്കെ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേശ്ശെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാമെന്ന് കരുതിയാണ് കുറച്ചെടുത്തിടുന്നത്. കലേഡിയൻ തന്നെ ഇതിൻ്റെ 2 തൈയാണ് ഞാൻ വെക്കുന്നത്. കലേഡിയ അവൈലബിളാണ്. അതിൻ്റെ റേറ്റ് ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇതുപോലെ ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാവുന്ന പ്ലാന്റാണ്. ചെറിയ ലീഫാണ്, ഇതിൻ്റെ കട്ടിയുള്ള നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അത് നമുക്ക് അവൈലബിളാണ്. ഈ കലേഡിയവും വലിയ ലീഫാണ്. ഈ കലേഡിയ അവൈലബിളാണ്. ഇതിന് 2 തൈയാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ 2 തൈ നേരത്തെ 15-10 കൊടുത്തു. ഇപ്പം 20 രൂപയ്ക്കാണ് 2 തൈ കൊടുക്കുന്നത്. അതൊരു ഓഫറായിട്ട് നമ്മൾ ഇങ്ങനെ ചില ടൈമിൽ ഞാൻ ഇടുന്നതാണ്. 3 തൈ 25, 3 തൈ 10 അങ്ങനെയൊക്കെ. ഇപ്പോൾ നമുക്ക് അങ്ങനെ അവൈലബിൾ ഇല്ല. ഞാൻ ഇതിൽ പറയുന്ന രീതിയിൽ തന്നെ ഉള്ളൂ. ഇത് നല്ലൊരു ഫ്ലവർ പിടിക്കുന്ന പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഡക്ക് ലീഫ് സിങ്കോണിയമാണ്. ഇത് ക്രോട്ടൺ പ്ലാന്റ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ. ഇത് നമ്മുടെ ഈ ക്രോട്ടൺ തണലത്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ കളർ വരുന്ന തൈയാണ് കൊടുക്കുന്നത്. ഫേണ്, ഫിലോഡെൻഡ്രോൺ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അതുകൊണ്ട് മിനിയേച്ചർ ടൈപ്പ് നന്ദ്യാർവട്ടമാണ്. ഇതിൻ്റെ തൈ നമുക്ക് അവൈലബിളാണ്. എത്ര തൈ വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് പനിക്കൂർക്കയുടെ വേരിയേറ്റഡിൻ്റെ കട്ടിങ്സും തൈയും ഉണ്ട്. ഈ ഹെലിക്കോണിയ ഓറഞ്ചും റെഡും യെല്ലോയും റെഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ കുറച്ച് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഈ തണ്ട് വിരിഞ്ഞ് തീർന്നു. അതിൻ്റെ ഫ്ലവർ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഈ ബാമ്പു നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ തൈ നല്ല ഭംഗിയാണ്. ഒരു പോട്ടിൽ വെച്ചിട്ട് നല്ലതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ബുഷിയായിട്ട് കട്ട് ചെയ്ത് വിടാവുന്ന അതിമനോഹരമായ ചെറിയ ലീഫാണ് ഇതിൻ്റെ. നല്ലൊരു പ്ലാന്റാണ്. ഇത് കണ്ട്, ഈ വലിയ വണ്ണമൊന്നും വരത്തില്ല ഇതിൻ്റെ തണ്ടിന്. നല്ല രസമാണ് ഈ ബാമ്പു കാണാൻ. വെട്ടിവിടാൻ റൗണ്ട് ഷേപ്പിൽ വെട്ടിവിടുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോ കഴിഞ്ഞ തവണ ഇടാൻ ഞാൻ മറന്നുപോയി. അത് ഞാൻ ഇതിലിടുന്നുണ്ട്. ഈ കുഹിയ പ്ലാന്റിൻ്റെ 10 രൂപയുടെ തൈയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എത്ര തൈ വേണേലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 10 മണി ചെടിയുടെ ഇതിൻ്റെ അടുക്ക് റോസ്, അടുക്ക് വൈറ്റ് ഒക്കെ ഉണ്ട്. ഈ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് ഇത് നമുക്ക് അവൈലബിളാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈ. ഈ കലേഡിയും നമുക്ക് അവൈലബിളാണ്. അതുപോലെ ഏപ്രിൽ മെയ് മാസത്തിൽ ഫ്ലവർ ഇടുന്ന ഈ പ്ലാന്റ് നമുക്ക് അവൈലബിളാണ്. അതുപോലെ ഈ കലേഡിയം വൈറ്റ് പെയിൻറ്റ് തൊട്ടതുപോലില്ലേ, അതുപോലെ തന്നെ ഇതിൽ റെഡും വൈറ്റും പെയിൻറ്റ് ഡോട്ട് കലേഡിയം. ഇതിൻ്റെ തൈ നമുക്ക് ചെറിയ തൈ അവൈലബിളാണ്. ഇതാണ് കല്യാണ സൗഗന്ധികം, നേരത്തെ ഫ്ലവർ ഇട്ടെന്ന് പറഞ്ഞത്. ഇതുപോലെ ഫ്ലവർ ആവും, നല്ല ഭംഗിയാണ്. ഈ മ്യൂസിക്കൽ നോട്ട് പ്ലാന്റിൻ്റെ തൈ നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ളത് അവൈലബിളാണ്. അതുപോലെ ഈ ഓർക്കിഡ്, മറ്റേ ഓർക്കിഡുകളെല്ലാം തീർന്നു. ഈ ഓർക്കിഡ് നമുക്ക് അവൈലബിളാണ്. ഇതിൻ്റെ ചെറിയ തൈയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഈ ഹെലിക്കോണിയ ഓറഞ്ചും റെഡാണിത്. നമ്മൾ നേരത്തെ കാണിച്ചത് യെല്ലോയും റെഡുമാണ്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. എപ്പോഴും ഫ്ലവറാണ് ഇതിൽ. നല്ലൊരു പ്ലാന്റാണ്. ഇതിലും ഫ്ലവർ പിടിച്ചാൽ ശരിക്കും ഫ്ലവർ പിടിക്കുന്ന നല്ല ഫ്ലവറിങ് പ്ലാന്റാണ്. ഇതിൻ്റെ തൈ നമുക്ക് അവൈലബിളാണ്. ഇത് നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ നിൽക്കുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്. ഈ ഹെലിക്കോണിയ നമുക്ക് അവൈലബിളാണ്. ബോർഡർ പ്ലാന്റായിട്ടൊക്കെ വെക്കാം. ഇത് നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ളത് അവൈലബിളാണ്. റെഡ് കളറ്, ഇതിൻ്റെ വൈറ്റും ഉണ്ട്, അതുപോലെ വയലറ്റും ഉണ്ട്. ഓറഞ്ച് കളർ ഹെലിക്കോണിയ ഒരുപാട് സൈസ് നമുക്ക് എത്ര തൈ വേണേലും അവൈലബിളാണ്. നിങ്ങൾക്ക് എത്ര തൈ വേണേലും ബോർഡർ പ്ലാന്റായിട്ട് വെക്കാൻ വാങ്ങാവുന്നതാണ്. ഒരു തൈ മതി, ഒരുപാടങ്ങ് ആയിക്കോളും. ഇത് വൈറ്റ്, ഇതിൻ്റെ വൈറ്റും അതുപോലെ പിങ്ക്, അതുപോലെ ഓറഞ്ച്, റെഡൊക്കെ ഉണ്ട്. റെഡ് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ക്ലിയർ ആവത്തോളൂ തൈ. ഇത് മ്യൂസിക്കൽ നോട്ട്, അത് നേരത്തെ കാണിച്ചിരുന്നു ഞാൻ. ഈ പ്ലാന്റിൻ്റെ മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ഫിലോഡെൻഡ്രോണിൻ്റെ തൈയാണ്. ഇത് മിനിയേച്ചർ തെറ്റി നിറയെ ഫ്ലവർ പിടിക്കുന്നതാണ്. ഇതാണ് ഞാൻ ക്രോട്ടൺ കഴിഞ്ഞ വീഡിയോയിലും വെട്ടിവിടുന്നത് കാണിക്കാമെന്ന് പറഞ്ഞ് മറന്നുപോയത്. ഇതുപോലെ നമുക്ക് ക്രോട്ടൺ പ്ലാന്റ്സുകൾ വെട്ടിവിടാൻ പറ്റും. നല്ല ഭംഗിയല്ലേ കാണാൻ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.